എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാർ 3 പേരും ഇപ്പോൾ കൈഡോയെ തേരിടാനായിട്ട് തയ്യാറാവുകയാണ്. ലൂഫി ആണെങ്കിൽ അവന്റെ 4th ഗിയറിലേക്ക് പോകും. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ അവൻ കളക്ട് ചെയ്ത് വെച്ചിരുന്ന മെറ്റൽസ് അതെല്ലാം തന്നെ അക്യുമുലേറ്റ് ചെയ്ത് അവന്റെ പവർ അതിലേക്ക് കൊടുക്കും. അതേസമയം അവൻ ക്രിയേറ്റ് ചെയ്ത റൂം അത് കുറെ കൂടെ വലുതാക്കി അവിടെയുള്ള എർത്ത് അത് സ്പൈക്സ് ആക്കി മാറ്റി ഇപ്പൊ കൈഡോയ്ക്ക് നേരെ പാഞ്ഞടുക്കാണ്. കൈഡോ ആണെങ്കിൽ അത് കണ്ട് എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിൽക്കും. പായോ, ഇതിനു വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ മോൺസ്റ്റർ പവറുള്ള പൈററ്റ് കിങ് ആവാനായിട്ട് യോഗ്യത ഉള്ളവെന്ന് എനിക്കറിയണം. നിങ്ങളുടെ മോൺസ്റ്റർ പവർ എനിക്ക് കാണണം. ഞാൻ എപ്പോഴും ഒരു മോൺസ്റ്റർ തന്നെയാണെന്ന് പറഞ്ഞ് അവനും അവന്റെ ഫുൾ സ്ട്രെങ്ത് എടുക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവന്റെ 4th ഗിയർ എടുത്തതുകൊണ്ട് തന്നെ മിന്നൽ വേഗത്തിൽ കൈഡോടെ തൊട്ടടുത്തെത്തും. ലൂഫി അടുത്തേക്ക് വരെ അവനങ്ങനെ ടെററായിട്ട് നിൽക്കും. ലൂഫി ക്ലോസ് എത്തി അവന്റെ വയറ്റിൽ തന്നെ ആഞ്ഞുരുട്ടി. പക്ഷേ അവനാണെങ്കിൽ പാറ പോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ലൂഫി വീണ്ടും അവനെ ഇടിച്ചിടിച്ച് ദൂരേക്ക് കൊണ്ടുപോകും. ഒരു ലെവലെത്തി കഴിയുമ്പോൾ ലൂഫിയുടെ പവർ കുറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോവാണ്. അടുത്തതായിട്ട് യൂസ്റ്റസ് കിഡ് അവനാണെങ്കിൽ കളക്ട് ചെയ്തിരുന്ന മെറ്റൽസ് അതെല്ലാം ആയിട്ട് അവന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. അവനാണെങ്കിൽ അപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കും. അവനാണെങ്കിൽ തൊട്ടടുത്തെത്തി കൈഡോടെ ഫേസിൽ തന്നെ ആഞ്ഞൊരട്ടി. ആ മെറ്റൽസ് എല്ലാം വന്ന് അവന്റെ മുഖത്തും ശരീരത്തും നല്ല ഫോഴ്സിൽ അടിച്ച് അവൻ ഒരുപാട് വേദനിക്കും. പക്ഷെ അവന് കാര്യമായിട്ട് പരിക്കുകളൊന്നും അതിലും സംഭവിക്കില്ല. ഇനി അവസാനത്തേത് ലോയുടെ അവസരമാണ്. അവനാണെങ്കിൽ ക്രിയേറ്റ് ചെയ്ത റൂമും സ്പൈക്സും എല്ലാമായി ഇപ്പൊ കൈഡോയ്ക്ക് നേരെ ആഞ്ഞടുക്കും. അവനത് ഫുൾ ഫോഴ്സിൽ കൈഡോയ്ക്ക് നേരെ തെറിപ്പിക്കും. അത് അവന്റെ ദേഹത്ത് വീണ പൊടി പോലും ബാക്കിയുണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയ കൈഡോ അവൻ ഞൊട്ടിയിടയിൽ അവിടുന്ന് തെന്നി മാറുകയാണ്. ആ ഒരു പവർ നിലത്തേക്ക് വന്ന് വീണ് വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാവും. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ലോയോട് പറയും, നീ അത് കണ്ടില്ലേ, നിന്റെ ഉന്നം അത് പിഴച്ചു, നിന്റെ ഫോക്കസ് കറക്റ്റ് അല്ല, നീ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്യണമെന്ന് പറയും. അത് കേട്ട് ലോയ്ക്കാണെങ്കിൽ തീരെ ഇഷ്ടാവില്ല. ഇവിടെ ലൂഫി ആണെങ്കിൽ കൺട്രോൾ പോയി. ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പരസ്പരം ഫൈറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഒന്നിച്ചു നിന്ന് ഫൈറ്റ് ചെയ്യേണ്ട സമയമാണെന്ന് പറഞ്ഞ് അവർ 3 പേരും തർക്കിക്കും. അവർ 3 പേരും ഇപ്പൊ പരസ്പരം തർക്കിക്കും. തങ്ങൾ ആരുടെ അറ്റാക്കിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് അത് കൈഡോയ്ക്ക് ഏറ്റതെന്ന് പറഞ്ഞ്. പക്ഷെ ലൂഫി ആണെങ്കിൽ ഇത്തവണ ഒരുപാട് നേരം തർക്കിക്കാതെ കൈഡോയെ തന്നെ നോക്കുകയാണ്. കൈഡോ ആണെങ്കിൽ അല്പസമയം അങ്ങനെ ഫ്രീസ് ആയിട്ട് നിന്ന് ഇപ്പൊ അവരോട് പറയും, വർഷങ്ങൾക്ക് മുൻപാണ് എനിക്ക് ഫൈറ്റിൽ നല്ല രീതിയിൽ ഇമ്പാക്ട് ഏൽക്കുന്നത്. വൈറ്റ് ബീഡിന്റെയും ഡ്രാഗന്റെയും ഓഡന്റെയും ടോമിന്റെ ഒക്കെ കൂടെ ഫൈറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ആ ഫീൽ ഉണ്ടായത്. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ നിങ്ങളുടെ അറ്റാക്കിലും എനിക്ക് ബോഡിയിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടായിരിക്കുകയാണെന്ന് പറഞ്ഞ് കൈഡോ ആണെങ്കിൽ അങ്ങനെ ടെററായിട്ട് നിൽക്കും. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ബിഗ് മോമിനെ കാണിക്കും. അവളാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വെറിയായിട്ട് നിൽക്കുകയാണ്. കൈഡോടെ ഒരു പെർമിഷന് വേണ്ടി അവൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ കൈഡോ ആണെങ്കിൽ അത്രയൊക്കെ പറഞ്ഞ് ഇപ്പൊ അവരോട് പറയും, സത്യത്തിൽ നിങ്ങളെ കൊണ്ട് എന്നെ തകർക്കാനായിട്ട് പറ്റില്ല. നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാനത് മനസ്സിലാക്കിയതാണ്. മുൻപ് വന്ന എന്റെ അസിസ്റ്റൻസിനെ പോലെ തന്നെയാണ് നിങ്ങളും. സോ വളരെ എളുപ്പത്തിൽ നിങ്ങളെ ഞാൻ ഇല്ലാതാക്കി മാറ്റി നിങ്ങളുടെ അസിസ്റ്റൻസിനെ എന്റെ സ്ലേവാക്കി മാറ്റുമെന്ന് പറഞ്ഞ് അവനിപ്പോ വീണ്ടും ഡ്രാഗൺ ഫോമിലേക്ക് വരികയാണ്. അവൻ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ ദേഷ്യവും പകയും വെറുപ്പും ഒക്കെ 10 മടങ്ങാവും. ആണെങ്കിൽ അവന്റെ ഫ്രണ്ട്സുകളെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യവും കോപവും ഒക്കെ വരും. അത് കേട്ട് ബിഗ് മോം ആണെങ്കിൽ ലൂഫിയോട് പറയും, തീർച്ചയായിട്ടും നിന്നെ ഞാൻ തോൽപ്പിക്കും. നിന്റെ അസിസ്റ്റൻസിനെ അടിമകളാക്കി മാറ്റുക മാത്രമല്ല, നിന്റെ കയ്യിലുള്ള പോണോഗ്ലിഫുകൾ അതെല്ലാം തന്നെ ഞാൻ സ്വന്തമാക്കും. പോണോഗ്ലിഫ് ഡീസൈവർ ചെയ്യാൻ പവറുള്ള ഒരു പെൺകുട്ടി നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് എനിക്കറിയാം. അവളെയും ഞാൻ സ്വന്തമാക്കും. നടക്കാൻ പോകുന്ന ഈ ഒരു വലിയ ഫൈറ്റിൽ ആരാണോ വിജയിക്കുക അവർക്കായിരിക്കും ആ ഒരു ലാസ്റ്റ് ഐലാൻഡിലേക്ക് എത്താനുള്ള ഭാഗ്യം ഉണ്ടാവുക. അത് കേട്ട് യൂസ്റ്റസ് കിഡും അതേ ലൂഫിക്ക് നേരെ തിരിയാണ്. അവനും ആ ഒരു ഡീറ്റെയിൽസ് വേണമെന്നുള്ള ആഗ്രഹം അവന്റെ മനസ്സിലേക്ക് കടന്നു വരും. പക്ഷെ ലൂഫി ആണെങ്കിൽ അടിച്ചു പറയും, ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്റെ അസിസ്റ്റൻസിനെയോ അതുപോലെ തന്നെ ഞങ്ങൾ കളക്ട് ചെയ്ത ഡീറ്റെയിൽസോ ലഭിക്കാനായിട്ട് പോകുന്നില്ല. ഇതാ കൈഡോ ആണെങ്കിൽ അവന്റെ ഡ്രാഗൺ ഫോമിലേക്ക് മുഴുവനായിട്ട് മാറും. അതിനുശേഷം അവന്റെ ഒരു പ്രത്യേകതരം പവർ അതങ്ങനെ അവർക്ക് നേരെ റിലീസ് ചെയ്യാണ്. പിന്നെ യൂസ്റ്റസ് കിഡും ട്രഫാൽഗർ ലോയും ലൂഫിയും അവർ 3 പേരും ഇപ്പൊ അവന് നേരെ തിരിഞ്ഞ് അവന്റെ നേർക്ക് ഓടുകയാണ്. കൈഡോയ്ക്കാണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അവന്റെ അസിസ്റ്റൻസ് അവരെങ്ങനെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്തോ അതുപോലെ തന്നെയാണ് അവൻ ഇപ്പൊ ഇവരെ 3 പേരെയും കാണുന്നത്. ഓഡന്റെ അസിസ്റ്റൻസിന് വാനോക്കിനെ തിരികെ പിടിച്ച് അവന്റെ ആഗ്രഹം നിറവേറ്റണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിനുവേണ്ടിയാണ് ഇത്രയും വർഷക്കാലം അവർ കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്ത് കാത്തിരുന്നത്. പക്ഷെ അവരെ പോലും അവൻ സിമ്പിളായിട്ട് തോൽപ്പിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരും തോൽപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല അതിൽ കുറച്ചു പേർക്കാണെങ്കിൽ പൈററ്റ് കിങ്ങും ആവണം. ഇത് തീർച്ചയായിട്ടും ഒരു വമ്പൻ കോമഡി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കൈഡോ ക്യാഷ്ലായിട്ട് നിൽക്കുകയാണ്. ഓഡന്റെ അസിസ്റ്റൻസിനെ അവരെ എങ്ങനെ സിമ്പിളായിട്ട് തോൽപ്പിച്ചോ അതുപോലെ തന്നെ അവരെയും തോൽപ്പിക്കാൻ അവന്റെ പവറുമായി
ആയിട്ട് അവരടുത്തേക്ക് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ കൈഡോയുടെ എക്സ്പെക്ടേഷൻ അത് തകർത്ത് യൂസ്ട്രസ് കിഡിന്റെ പഞ്ച് അത് കറക്റ്റായിട്ട് കൈഡോയുടെ ദേഹത്ത് കൊള്ളുകയാണ്. അവനാണെങ്കിൽ കൺട്രോൾ പോയി പുറകിലേക്ക് പോകുന്ന ഗ്യാപ്പിൽ ബാർഗർലോ അവന്റെ തലയിലേക്ക് അങ്ങനെ ഷാമ്പിൾ ചെയ്ത് വരികയാണ്. ലോ ആണെങ്കിൽ ഒരു സെക്കൻഡ് അത് കണ്ട് ഞെട്ടും. അടുത്ത നിമിഷം ലോ അവന്റെ ഹാർട്ട് അത് ലക്ഷ്യമാക്കി അവിടെ അവന്റെ സ്ക്വാഡ് അങ്ങനെ കുത്തി ഇറക്കുകയാണ്. ഒരു സെക്കൻഡ് അവന്റെ ജീവൻ തന്നെ നിലച്ചു പോവും. അവനാണെങ്കിൽ ഇപ്പോ കൈഡോയെ തട്ടിത്തെറിപ്പിച്ച് നിലത്താഞ്ഞടിക്കും. പക്ഷെ ലോ ആണെങ്കിൽ ആ ഒരു അറ്റാക്കിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ടു പോവാണ്. കൈഡോയ്ക്കാണെങ്കിൽ ഭയങ്കര ഷോക്ക്. കാരണം അവൻ ഓഡന്റെ അസിസ്റ്റൻസിനെ കരുതിയതുപോലെ അല്ല ഇവരുടെ പവറും സ്ട്രെങ്ത്തും. അവന്റെ വീക്ക് പോയിന്റ് അതെവിടെയാണെന്ന് മനസ്സിലാക്കി ഫോക്കസ് ചെയ്താണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അവൻ ആ കാര്യം മനസ്സിലാക്കി വരുമ്പോഴേക്കും ഇവിടെ കില്ലർ അവനാണെങ്കിൽ മിക്സി കറങ്ങുന്നത് പോലെ അവന്റെ 2 സ്ക്വാഡും നല്ല ഫോഴ്സിൽ കറക്കി കൈഡോയ്ക്ക് നേരെ അടുക്കുകയാണ്. ലക്ഷ്യം കൈഡോയുടെ കണ്ണാണ്. കണ്ണ് തകർത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവരെ കൊണ്ട് അവനെ തോൽപ്പിക്കാനായിട്ട് പറ്റും. അവൻ കണ്ണിന്റെ ക്ലോസ് എത്തേണ്ട താമസം ബിഗ് മോം അവളുടെ തണ്ടർ പവർ ഉപയോഗിച്ച് കില്ലറിനെ ആഞ്ഞടിക്കും. അതിൽ നല്ല രീതിയിൽ ഷോക്കേറ്റ് ആണെങ്കിൽ താഴേക്ക് പതുക്കെയാണ്. കൈഡോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ആ ഗ്യാപ്പിൽ ഇപ്പൊ കില്ലറിനെ കടിച്ചു പറിക്കാൻ അവന്റെ അടുത്തേക്ക് പോവും. ലൂഫി ഇടയിലേക്ക് ചാടി വീണ് കില്ലറിനെ തട്ടി മാറ്റി കൈഡോയുടെ മുഖത്ത് തന്നെ ആഞ്ഞൊരു പഞ്ച്. കൈഡോ ആണെങ്കിൽ അവന്റെ ബ്ലാസ്റ്റ് ബെയ്ത്ത് അറ്റാക്ക് അതിപ്പോ ലൂഫിക്ക് നേരെ പ്രയോഗിക്കാൻ ശ്രമിക്കും. ഇതിന് സോറോ ആണെങ്കിൽ ലോയോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഷാമ്പിൾ ചെയ്ത് കൈഡോയുടെ അടുത്തേക്ക് എത്തിക്കുക. അവൻ ഞൊട്ടിയിടയിൽ ഇപ്പോ സോറോയെ ഷാമ്പിൾ ചെയ്ത് അവിടേക്ക് എത്തിക്കുകയാണ്. അവിടേക്ക് എത്തേണ്ട താമസം അവന്റെ ആ ഒരു പവർ അത് സോറോ വെട്ടിയെറിയും. അതിനുശേഷം സ്ക്വാഡ് എടുത്ത് അതിലേക്ക് കൂടുതൽ പവർ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. ആ സ്ക്വാഡ് കണ്ട് ഞെട്ടി ബിഗ് മോം ആണെങ്കിൽ വിളിച്ചു പറയും, കൈഡോ എത്രയും വേഗം അവിടുന്ന് തെന്നി മാറ്, അത് ഓടന്റെ സ്ക്വാഡാണ്, അതിന്റെ പവർ നിനക്ക് റെസിസ്റ്റ് ചെയ്യാനാവില്ല. മോം അത് പറഞ്ഞു തീർക്കുമ്പോഴേക്കും സോറോ അവന്റെ അറ്റാക്ക് അത് നടത്തുകയാണ്. ആ ഒരു സ്ക്വാഡിൽ നിന്ന് ഒരു വമ്പ ഫോഴ്സും പവറും അവന് നേരെ പാഞ്ഞെത്തും. കൈഡോ ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അങ്ങനെ തെന്നിമാറും. അവന്റെ മുഖത്ത് പവർ ചെറുതായിട്ടൊരു സ്ക്രാച്ച് ക്രിയേറ്റ് ചെയ്യാണ്. അതിനുശേഷം ആ പവർ അങ്ങനെ ഫ്ലൈ ചെയ്ത് ആ ഒരു വലിയ മാങ്ഷന്റെ കൊമ്പ് അത് വെട്ടിയെറിയും. കൈഡോ ആണെങ്കിൽ ഒരു നിമിഷം അങ്ങനെ ശ്വാസം വലിച്ചു വിട്ട് നിൽക്കുകയാണ്. അവൻ ഇപ്പോഴായിരിക്കും റിയലൈസ് ചെയ്യുക പവറുള്ള ഒരുപാട് പേര് ഫയർ ടെറായിൽ ഉണ്ട് എന്ന്. സോ തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ ടഫാണ്. അതുകൊണ്ട് വളരെയധികം പ്ലാൻ ചെയ്തും കെയർഫുൾ ആയിട്ടും വേണം ഓരോ മൊമെന്റ് നടത്താനായിട്ട്. മോമനാണെങ്കിൽ അവളുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരും. അവൾ വീണ്ടും അവളുടെ ഒരു പവർ ഉപയോഗിച്ച് അവിടെ മുഴുവനായിട്ടും തണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അതങ്ങനെ വളച്ച് അവിടെയുള്ള നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരം അതിൽപ്പെട്ട് കഷ്ടപ്പെടാനായിട്ട് ആരംഭിക്കും. പക്ഷെ ലൂഫി അവൻ റബ്ബർമാൻ ആണ്. അവൻ എല്ലാ അറ്റാക്കിൽ നിന്നും തെറിച്ച് സൈഡ് സ്കിപ്പായി ഇപ്പൊ ബിഗ് മോമിന്റെ മുൻപിലേക്ക് തന്നെ വരും. അവൾക്കാണെങ്കിൽ അവനെ കണ്ട് ഭയങ്കര അത്ഭുതം. ഞാനൊരു റബ്ബർമാൻ ആണ്, അത്ര വേഗം നിനക്ക് എന്നെ ഇല്ലാതാക്കാൻ പറ്റില്ല, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ആൾക്കാരുടെ ദേഹത്ത് കൈവെക്കും ചോദിച്ച് ലൂഫി ആണെങ്കിൽ അവൾ അറ്റാക്ക് ചെയ്യുന്ന ഗ്യാപ്പിൽ കൈഡോ അവന്റെ ഫയർ പവർ ക്രിയേറ്റ് ചെയ്ത് അവരുടെ ഇടയിലേക്ക് വരികയാണ്. അതിൽ കൺട്രോൾ പോയ ലൂഫി അവനെ പിടിച്ചു വലിച്ച് അറഞ്ച പുറഞ്ചം കൈഡോയെ നിർത്താതെ പഞ്ച് ചെയ്യും. എല്ലാ പഞ്ചുകളും കൃത്യമായിട്ട് അവൻ സ്വീകരിക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.